ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള യാത്രയിലാണ്. ഫോർട്ട് കൊച്ചിയിലെ ന്യൂ ഇയർ കാർണിവൽ വിശേഷങ്ങളാണ് ഈ വ്ലോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ വണ്ടിയൊക്കെ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തതിനു ശേഷം നമ്മളിപ്പോൾ വേളി ഗ്രൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട്. വേളി ഗ്രൗണ്ടിൽ കയറുമ്പോൾ തന്നെ കാണുന്ന ഫസ്റ്റ് ഫോട്ടോ പോയിന്റ് ആണ് ഈ ഐ ലവ് ഫോർട്ട് കൊച്ചി എന്നുള്ളത്. ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന മറ്റൊരു പ്രധാന അട്രാക്ഷനാണ് ഇവിടുത്തെ പപ്പാഞ്ഞി. ഏകദേശം ഒരു 2 നില ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ഉണ്ട് ഈ പപ്പാഞ്ഞിക്ക്. പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും എല്ലാം കാണുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീയും നമ്മുടെ ഫോട്ടോ കൊച്ചി തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 2 മാസത്തിന് മേലെ സമയം എടുത്തിട്ടുണ്ടെന്നാണ് എനിക്കിവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ട്രീയുടെ ഭംഗിയും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചിങ്ങനെ നടക്കുമ്പോഴാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ റീൽസിലൊക്കെ ഇടാൻ പറ്റിയ നല്ല പല തരത്തിലുള്ള ഫോട്ടോ പോയിന്റുകൾ നമ്മുടെ ഇവിടെ കണ്ടത്. അത് പല രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഓരോ ഫോട്ടോ പോയിന്റുകളും കണ്ടതിന് ശേഷം ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം. നമ്മുടെ കാർണിവലാക്കി മാറ്റണ മറ്റൊരു പ്രധാന ഘടകമാണ് ഇവിടുത്തെ ഓരോ റൈഡും കാര്യങ്ങളെല്ലാം. നമ്മുടെ ഈ റൈഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് വേളി ഗ്രൗണ്ടിന് ജസ്റ്റ് ഫ്രണ്ടിലായിട്ടാണ്. അപ്പൊ പലതരത്തിലുള്ള റൈഡുകളുണ്ട്. ഏകദേശം ഒരു 4, 5, 6 ടൈപ്പ് തരത്തിലുള്ള റൈഡും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ടോയ് ട്രെയിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഒരു ഫാമിലി ആയിട്ട് വന്നാൽ ഫുൾ എന്റർടൈൻ ആയിട്ട് പോവാം. ആ ഒരു രീതിയിലാണ് നമ്മുടെ ഇവിടുത്തെ ഈ വർഷത്തെ കാർണിവൽ സെറ്റ് ചെയ്തേക്കുന്നത്. (2023) പെട്ടെന്ന് ട്രെൻഡിങ് ആയ ഒരു വെറൈറ്റി വിഭവമാണിത്. ഇതിന്റെ പേര് സ്മോക്കി ബിസ്ക്കറ്റ്സ്, ഫ്രോസൺ ബിസ്ക്കറ്റ് എന്നൊക്കെയാണ്. അതായത് സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് യൂസ് ചെയ്തുകൊണ്ട് ആ ഗ്ലാസ്സിലുള്ള ബിസ്ക്കറ്റിനെ ഡീപ് ഫ്രീസ് ചെയ്യണതാണ് സംഭവം. ഹലോ ഗായ്സ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ 1-ാം തീയതി നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ കാർണിവൽ റാലി കാണാൻ വേണ്ടി വന്നതാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയായിരുന്നു. കാരണം രാത്രി ആയി കഴിഞ്ഞാൽ നല്ല തിരക്കാവും, പിന്നെ ഇവിടെ തിരിച്ചു പോകല് നല്ല സീനായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ തിരിച്ചു പോയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം റാലി കാണാൻ വരാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ റാലി കാണാൻ വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് റാലി ശരിക്കും 4 മണിയാകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഇപ്പൊ സമയം 3 മണി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്തായാലും വന്ന ശരിക്കും ബീച്ചിൽ നിന്ന് പോയി ജസ്റ്റ് വിസിറ്റ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ച് നമ്മ അങ്ങനെ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫോർട്ട് കൊച്ചി ബീച്ച് പല പ്രാവശ്യം വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ 2 സിലിണ്ടർ സ്ട്രക്ചർ കാണുന്നുണ്ടാവും ഇരുമ്പിന്റെ. എന്താണ് സംഭവം എന്ന് പലർക്കും യാതൊരു ഐഡിയ ഇല്ല. ശരിക്കും പറഞ്ഞത് പണ്ട് കാലത്ത് ഡ്രഡ്ജിങ്ങിനും ചെറിയ കപ്പലുകളുടെ മെയിൻ്റെനൻസ് പണിക്ക് യൂസ് ചെയ്ത് വെച്ച 2 ബോയിലേഴ്സ് ആണ്. ശരിക്കും പറഞ്ഞത് 1956 ഈ ബോയിലേഴ്സ് ഇവിടെ പണി കഴിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് വേളി ഗ്രൗണ്ടിന്റെ ഫ്രണ്ടിലേക്ക് വന്നേക്കാണ്. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കാണുന്ന കാഴ്ചയാണ് കാണുന്നത്. റോഡിന്റെ 2 സൈഡിലും നിറച്ച ആൾക്കാർ വന്ന് റാലി കാണാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന സംഭവം. അപ്പോൾ ഏകദേശം സമയം ഇപ്പോൾ 5 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ റാലി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന് പോലീസുകാർ വണ്ടി കൊണ്ടുവന്നിട്ട് ആൾക്കാർ 2 സൈഡിലേക്കും ഒതുക്കി നിർത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാർണിവൽ എന്നൊരു സംഗമസ്ഥാനം ഇവിടെ തുടരുന്നു. കാണികളായി എത്തിച്ചേർന്നിട്ടുള്ളവർ റോഡിന് ഇരുവശങ്ങളിലേക്ക് ഒതുങ്ങി നിന്ന് റാലിയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി ഞങ്ങളോട് സഹകരിക്കണമെന്ന് വിനയപുരസരം അപേക്ഷിക്കുന്നു. കാണികളായി എത്തിച്ചേർന്നിട്ടുള്ളവർ വിലപിടിപ്പുള്ള വസ്തുക്കൾ സൂക്ഷിക്കണമെന്നും പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം കർശനമായി പാലിക്കണമെന്നും വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു.
രണ്ടാഴ്ചക്കാലം നീണ്ടുനിന്ന കാർണിവൽ മാമാങ്കത്തിന് കായിക സാംസ്കാരിക ഉത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള നിറപ്പകിട്ടാർന്ന കാർണിവൽ റാലിയാണ് ഈ രാജവീതികളെ പുളകമണിച്ചുകൊണ്ട് കൊച്ചി നഗരസഭയുടെ പിതാവ് അഡ്വക്കേറ്റ് അനിൽകുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബാലാൽ തുടങ്ങിയ ജനപ്രതിനിധികൾ നയിക്കുന്ന എറണാകുളം MP ഐബീരൻ നയിക്കുന്ന നിറപ്പകിട്ടാർന്ന വർണ്ണശബളമായ കാർണിവൽ റാലിയാണ് ഈ രാജവീതികളെ പുളകമണിച്ചുകൊണ്ട് കടന്നു വരുന്നത്. കാണികളായി എത്തിച്ചേർന്നിട്ടുള്ളവർ റോഡിനിരുവശങ്ങളിലേക്ക് ഒതുങ്ങി നിന്ന് റാലിയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി ഞങ്ങളോട് സഹകരിക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. അന്താരാഷ്ട്ര യുവജന വർഷം സംഗമസ്ഥാനം കാർണിവൽ എന്നൊരു സംഗമസ്ഥാനം ഇവിടെ ഈ കാണുന്ന ഓട്ടോറിക്ഷയുടെ മുകളിൽ കാണുന്ന ഈ ലോഗോണ് ഈ വർഷത്തെ കാർണിവലിൻ്റെ ലോഗോ. ശരിക്കിത് കൊറോണക്ക് മുമ്പൊക്കെ നമ്മുടെ ഈ ലോഗോ കൊണ്ടുവന്നിരുന്നത് ആനപ്പുറത്തായിരുന്നാണ് പറയണത്.
ചേട്ടാ ഒരു സെക്കൻഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാർണിവൽ റാലി ഏകദേശം ഒരു 2 മണിക്കൂർ അടുത്തുള്ളത് തന്നെ ഒറ്റ വീഡിയോ ഇടാന്നുള്ളത് ഇമ്പോസിബിളാണ്. ഇമ്പോസിബിളാന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടി പോകും. അതുകൊണ്ട് 2 വീഡിയോ ഇടാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് പാർട്ട് 1. പാർട്ട് 2 ഉടനെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ട്രാവലിങ്ങും കുറച്ച് ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ഈ ചാനലിലൂടെ ചെയ്യണത്. അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് വീഡിയോകൾ എല്ലാവരും കാണുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. Bela